ഇപ്പോഴത്തെ റീൽസ് ഒക്കെ കണ്ടോ? വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ വെള്ളത്തിലും പുഴയിലൊക്കെ കിടന്ന് കളിക്കുന്നത് രസമുണ്ടല്ലേ? രസമൊക്കെ ഉണ്ട്, പക്ഷെ ഇതുപോലെ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇതുപോലെ കുളിക്കാൻ ഇറങ്ങിയ ഒരു 5 വയസ്സുകാരി ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. കാരണം എന്താണെന്നറിയോ? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന മസ്തിഷ്ക ജ്വരം. അതെന്താ? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്ക ജ്വരം ഉണ്ടാകാൻ ഇടയാക്കും. അപ്പോൾ ഈ രോഗം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? രോഗാണുബാധ ഉണ്ടായ 1 മുതൽ 9 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഛർദി, ഓക്കാനം, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ഗുരുതരാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ബോധക്ഷയം, അപസ്മാരം, ഓർമ്മക്കുറവ് ഈ ലക്ഷണങ്ങളൊക്കെ പ്രകടമാകും. നട്ടെല്ലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്ന വഴിയാണ് രോഗനിർണയം നടത്താൻ പറ്റുക. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും നീർച്ചാലിലൊക്കെ കളിക്കാതിരിക്കുകയും വെള്ളം മൂക്കിലേക്ക് കയറുന്ന തടയുന്നൊക്കെ വഴി നമുക്ക് രോഗത്തെ അകറ്റി നിർത്താൻ പറ്റൂലേ? പറ്റും, പക്ഷെ ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങളിൽ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പക്ഷെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ അറിയിക്കാം.